പ്രിയമുള്ളവരെ, ഇന്ന് നാം ഓർക്കുന്നത് വിശ്വാസത്തിനായി ജീവൻ നൽകിയ രണ്ട് വിശുദ്ധരായ മഹാന്മാരെക്കുറിച്ചാണ്. വിശുദ്ധ പീറ്റർ ഷാനലും വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടും. സെന്റ് പീറ്റർ ഷാനൽ വിശ്വാസത്തിനായി ജീവൻ സമർപ്പിച്ച മഹാമർത്യൻ. വിശുദ്ധ പീറ്റർ ഷാനൽ 1803 ഫ്രാൻസിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. ചെറുപ്പം മുതൽ തന്നെ ദൈവസ്നേഹവും സമർപ്പിതമായ ജീവിതവും അദ്ദേഹത്തെ പുരോഹിത ജീവിതത്തിലേക്ക് നയിച്ചു. തുടർന്ന് അദ്ദേഹം സൊസൈറ്റി ഓഫ് മേരി എന്ന മിഷണറി സഭയിൽ ചേർന്നു. 1837 സുവിശേഷം പ്രസംഗിക്കാനായി അദ്ദേഹം പസഫിക് സമുദ്രത്തിലെ ഫ്യൂട്യൂന ദ്വീപിലേക്ക് അയക്കപ്പെട്ടു. അവിടെ സ്വദേശികൾക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കാൻ അദ്ദേഹം ആത്മാർത്ഥമായി പരിശ്രമിച്ചു. ആദ്യം വലിയ എതിർപ്പുകളും നിരസനങ്ങളും നേരിട്ടെങ്കിലും തൻ്റെ വിനയവും സ്നേഹവും കൊണ്ട് അദ്ദേഹം അനേകരുടെ ഹൃദയം കീഴടക്കി. എന്നാൽ ദ്വീപിൻ്റെ പ്രാദേശിക ഭരണാധികാരികൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഭീഷണിയായി തോന്നി. പ്രത്യേകിച്ച് രാജാവിൻ്റെ മകനായ ഒരാൾ ക്രിസ്ത്യാനിയായപ്പോൾ അത് അധികാരികൾക്ക് സഹിക്കാനായില്ല. ഒടുവിൽ 1841 വിശുദ്ധ പീറ്റർ ഷാനൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണം വെറുതെയായില്ല. അദ്ദേഹം രക്തസാക്ഷിയായതിനു ശേഷം ആ ദ്വീപിലെ ജനങ്ങൾ വലിയ തോതിൽ ക്രിസ്ത്യാനികളായി മാറി. ഇന്ന് അദ്ദേഹം ഓഷ്യാനയുടെ പ്രധാന പാട്രൺ വിശുദ്ധനായി ആദരിക്കപ്പെടുന്നു. സെന്റ് ലൂയിസ് ഡി മോൺഫോർട്ട്, മാതാവിൻ്റെ ഭക്തിയുടെ ദീപസ്തംഭം. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് 1673 ഫ്രാൻസിൽ ജനിച്ചു. ബാല്യകാലം മുതൽ തന്നെ ദൈവത്തോടുള്ള അടുപ്പവും മാതാവായ മറിയത്തിനോടുള്ള പ്രത്യേക സ്നേഹവും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. പിന്നീട് അദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതനായി. അദ്ദേഹം ജീവിതം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കുന്നതിലും ആത്മീയ നവീകരണ പ്രവർത്തനങ്ങളിലും മുഴുകി. ദാരിദ്ര്യവും എതിർപ്പുകളും സഹിച്ചുകൊണ്ട് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അദ്ദേഹം ദൈവവചനമെത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ട്രൂ ഡിവോഷൻ ടു മേരി എന്ന ആത്മീയ ഗ്രന്ഥമാണ്. ഈ പുസ്തകത്തിൽ യേശുവിലേക്ക് എത്താനുള്ള ഏറ്റവും സുലഭവും വിശുദ്ധവുമായ വഴി മാതാവായ മറിയം വഴിയാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അദ്ദേഹം പഠിപ്പിച്ച ടോട്ടൽ കോൺസെക്രേഷൻ ടു മേരി എന്ന ആത്മീയ സമർപ്പണ മാർഗം ഇന്നും ലോകമെമ്പാടും ലക്ഷക്കണക്കിന് വിശ്വാസികൾ പിന്തുടരുന്നു. 1716 അദ്ദേഹം നിര്യാതനായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ പാരമ്പര്യം ഇന്നും ശക്തമായി തുടരുന്നു. ഇന്ന് നാം കണ്ട വിശുദ്ധരുടെ ജീവിതം നമ്മെ ഏറെ പ്രചോദിപ്പിക്കുന്നതാണ്. സെന്റ് പീറ്റർ ഷാനൽ തൻ്റെ വിശ്വാസത്തിനായി ജീവൻ വരെ ത്യജിച്ച മഹാനായ സാക്ഷിയാണ്. അതുപോലെ സെന്റ് ലൂയിസ് ഡി മോൺഫോർട്ട് മാതാവായ മറിയത്തിൻ്റെ വഴിയിലൂടെ ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും നമ്മെ പഠിപ്പിക്കുന്നു. ഇവരുടെ ജീവിതം നമ്മോട് പറയുന്നത് വളരെ ലളിതമാണ്. ദൈവത്തെ സ്നേഹിക്കുക, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, ജീവിതം സമർപ്പിക്കുക. നമ്മളും നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ ഈ മാതൃകകൾ അനുസരിക്കാൻ ശ്രമിക്കാം. വിശുദ്ധരുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.